നിശ്ചയമായും സമ്മർദ്ദമാണ്. ഇപ്പം നോക്കൂ, ഇന്നിപ്പം വന്നിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസ് നൽകിയിട്ടുള്ള വാർത്താക്കുറിപ്പിൽ പറയുന്നത്, സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ചില വനിതകൾ തങ്ങൾക്ക് പ്രസ്തുത മേഖലയിൽ അനുഭവിക്കേണ്ടി വന്ന ദുരനുഭവങ്ങൾ വിവരിക്കുന്ന അഭിമുഖങ്ങളും പ്രസ്താവനകളും വന്നിട്ടുണ്ട്. ഇത്തരം പരാതികളും വെളിപ്പെടുത്തലുകളും സംബന്ധിച്ച് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാൻ തീരുമാനിച്ചു എന്നാണ് ഈ വാർത്താക്കുറിപ്പ് വളരെ വ്യക്തമായി തന്നെ നൽകുന്ന സൂചന. ഇത് ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്വേഷണ സമിതി അല്ല, മറിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം നമ്മളിപ്പോൾ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി കാണുന്നത് പോലെ ചലച്ചിത്ര രംഗത്ത് പ്രവർത്തിക്കുന്ന ഏതാനും വനിതകൾ ദൃശ്യമാധ്യമങ്ങളിലും മറ്റ് ഓൺലൈൻ മാധ്യമങ്ങളിലും ഒക്കെ വന്ന് വലിയ വെളിപ്പെടുത്തലുകളാണ് ചില നടന്മാർക്കെതിരായിട്ടും സംവിധായകർക്കെതിരായിട്ടും ഒക്കെ നടത്തിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി ഇന്നിപ്പോൾ ചലച്ചിത്ര അക്കാദമിയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്ത് രാജിവെച്ചിരിക്കുന്നു. അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സിദ്ദീഖ് രാജിവെച്ചിരിക്കുന്നു. അപ്പോൾ 2 രാജികൾ വന്നതിന് ശേഷമാണ് ഈ അന്വേഷണമൊക്കെ സർക്കാർ പ്രഖ്യാപിക്കുന്നത്. നോക്കൂ, ഇത് സർക്കാരിൻ്റെ ഒരു മഹാമനസ്കത കൊണ്ട്, അല്ലെങ്കിൽ ഈ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് അടിയന്തരമായി അന്വേഷിക്കേണ്ടതുണ്ട് എന്ന് സർക്കാരിനങ്ങ് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിലല്ല ഇങ്ങനൊരു കമ്മിറ്റി, ഇങ്ങനൊരു അന്വേഷണ സംഘം ഫോം ചെയ്യുന്നത്. ഇന്ത്യയിലൊരു നിയമവ്യവസ്ഥയുണ്ട്. ആ നിയമവ്യവസ്ഥയിൽ ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞിട്ടുണ്ട്, ഈ ഭാരതീയ ന്യായ സംഹിതയുടെ 176 വകുപ്പ് പറയുന്നത്, ഇഫ് ഫ്രം ഇൻഫർമേഷൻ റിസീവ്ഡ് ഓർ അതർവൈസ് an officer in charge of a police station has reason to suspect the commission of an offence which he is empowered under section 175 to investigate. അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ലൈംഗിക പീഡനത്തെ സംബന്ധിച്ച് ഒരു ഇൻഫർമേഷൻ ലഭിക്കുകയാണ് എങ്കിൽ ഒരു പോലീസ് ഓഫീസറിന് ആ ലൈംഗിക പീഡനത്തെ സംബന്ധിച്ച് കേസ് ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കാമെന്നാണ്. ഇവിടെ ഒരു പരാതിയുടെ തന്നെ ആവശ്യമില്ല. പരാതി ഇല്ലാതെ തന്നെ ഒരു ഇൻഫർമേഷൻ റിസീവ് ചെയ്താൽ അപ്പോൾ തന്നെ ഒരു കേസ് ഇനിഷ്യേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവിടെ ധാരാളം ഇൻഫർമേഷൻസ് ആണ് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന നടികളെല്ലാം വെളിപ്പെടുത്തിയിരിക്കുന്നത്. അത്തരം വെളിപ്പെടുത്തലുകൾ വളരെ പരസ്യമായി നടത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ രാജ്യത്ത് നിലവിലുള്ള നിയമവ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ DGP ആണ് കേട്ടോ ഇന്ന് ഈ നിയമോപദേശം സർക്കാരിന് കൊടുത്തിരിക്കുന്ന ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ വ്യക്തമായി അദ്ദേഹം ഇത് പറഞ്ഞിട്ടുണ്ടാവും. കാരണം ഇന്നിപ്പോൾ പബ്ലിക് സ്പേസിൽ വന്നിട്ട് പല ആളുകൾ ഇത്തരത്തിലുള്ള ലൈംഗികമായി തങ്ങൾ പീഡിപ്പിക്കപ്പെട്ടു എന്ന് വിളിച്ചു പറയുമ്പോൾ ഒരു സ്റ്റേറ്റിന് നിഷ്ക്രിയമായി നിസ്സംഗമായി ഇരിക്കാൻ കഴിയില്ല. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ടീമിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ടീം സ്വാഭാവികമായും രൂപീകരിക്കേണ്ടത് അടിയന്തരമായ സർക്കാരിൻ്റെ കടമയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അത് രൂപീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സർക്കാർ ഇക്കാര്യത്തിൽ വലിയ രീതിയിലൊരു മുൻകൈ എടുത്തിരിക്കുന്നു എന്നൊന്നും ആരും കരുതണ്ട. കാരണം നമ്മുടെ രാജ്യത്തൊരു നിയമവ്യവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ആ നിയമവ്യവസ്ഥ അനുസരിച്ച് സർക്കാർ നിർബന്ധിതമായിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കാൻ. കാരണം ഞാൻ ഇക്കാര്യത്തിൽ, ഈ ഹേമ കമ്മിറ്റിയുടെ കാര്യത്തിൽ സർക്കാർ ഏതെങ്കിലും തരത്തിലൊരു സുതാര്യമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കാത്ത ആളാണെന്ന് മാത്രവുമല്ല, സർക്കാരിൻ്റെ എല്ലാ നീക്കങ്ങളും ഇക്കാര്യത്തിൽ അതാര്യമായിരുന്നു. ഇപ്പം നമ്മുടെ സംസ്ഥാനത്ത് വലിയ രീതിയിൽ വിവാദമുണ്ടായ ഒരു കാര്യമാണല്ലോ സോളാർ വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത്. ഒരു സ്ത്രീ വന്ന് പരസ്യമായി എല്ലാ ദിവസവും വാർത്താ സമ്മേളനം നടത്തുകയായിരുന്നു അല്ലേ. ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ, കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷിയുടെ പല നേതാക്കളെക്കുറിച്ചും അവരിൽ നിന്ന് ലൈംഗികമായി താൻ പീഡിപ്പിക്കപ്പെട്ടു എന്ന് നിരന്തരം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. സ്വാഭാവികമായിട്ടും അന്ന് അന്വേഷിക്കപ്പെടേണ്ടതാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എങ്ങനെയാണ് അത് അന്വേഷിക്കപ്പെട്ടത്? അതൊരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചാണ് അന്വേഷിച്ചത് അല്ലേ. ജസ്റ്റിസ് ശിവരാജൻ കമ്മീഷനാണ് അന്ന് ഈ സോളാർ കമ്മീഷൻ അന്വേഷിച്ചത്. അതായത് കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ട് പ്രകാരം ഈ സംസ്ഥാനത്ത് നടന്ന ഒരു ലൈംഗിക പീഡനത്തെക്കുറിച്ച് അന്നത്തെ പിണറായി സർക്കാർ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെക്കുന്നു. ആ ജുഡീഷ്യൽ കമ്മീഷനെ വെക്കാൻ തീരുമാനിക്കുക എന്തുകൊണ്ടാണ്? അതിനൊരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. ആ രാഷ്ട്രീയ ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ജുഡീഷ്യൽ കമ്മീഷനെ ഉണ്ടാക്കിയിരിക്കുന്നത്. അവിടെ മറ്റൊരു താല്പര്യവും ആ സർക്കാരിനുണ്ടായിരുന്നില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ വേങ്ങരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ പറയുന്ന മുഖ്യമന്ത്രി തന്നെയാണല്ലോ വന്ന് പരസ്യമായിട്ട് ആ റിപ്പോർട്ട് വെളിപ്പെടുത്തിയ ഒരു വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ട്. അപ്പോൾ അതിനൊരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ടായിരുന്നു. ഇവിടെ ഈ കമ്മീഷൻ ഓഫ് ഇൻക്വയറീസ് ആക്ടിൻ്റെ പ്രകാരം ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെക്കുന്നതിന് പകരം ഒരു കമ്മിറ്റിയാണ് ഫോം ചെയ്തത്. ആ കമ്മിറ്റിയെ ഫോം ചെയ്താലുള്ള പ്രശ്നം എന്താ? ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്, കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു കൊടുക്കാൻ ഒരു ബൈൻഡിങ്ങും ഇല്ല ഈ പറയുന്ന സർക്കാരിന്. അതിൻ്റെ മേലൊരു നടപടി എടുത്തില്ലെങ്കിൽ അത് ചോദ്യം ചെയ്യാനും കഴിയില്ല. കാരണം കമ്മിറ്റിക്ക് അത്രയും അധികാരമേ ഉള്ളൂ. അങ്ങനെ ഒരു കമ്മിറ്റിയുടെ അധികാരം താൻ ഏറ്റെടുക്കണോ, നേതൃത്വം താൻ ഏറ്റെടുക്കണമെന്ന് ജസ്റ്റിസ് ഹേമയ്ക്ക് പോലും സംശയമുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ സംസ്ഥാനത്തെ സിനിമാ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പീഡനങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ആവശ്യപ്പെടുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ടൊരു നിയമവിദഗ്ധ എന്നുള്ള നിലയ്ക്കും ഒരു ന്യായാധിപ എന്നുള്ള നിലയ്ക്കും അവർ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയായിരുന്നു. എന്തായാലും അത് അവർ സ്തുത്യർഹമായി നിർവഹിച്ചിട്ടുണ്ട്. ഈ കമ്മീഷനെ ഉണ്ടാക്കുന്നതിന് പകരം കമ്മിറ്റി ഉണ്ടാക്കുന്നിടത്തുനിന്ന് തുടങ്ങുന്നു സർക്കാരിൻ്റെ താല്പര്യങ്ങൾ. ഇനി നമുക്ക് നോക്കാം, പരിശോധിക്കാം. ഈ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് 4.5 വർഷം കാത്തിരിക്കേണ്ടി വന്നല്ലോ. ഈ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരു നടപടിയും എടുത്തില്ല എന്നുള്ളത് പോട്ടെ, ഇത് ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് 1,06,00,000 രൂപ മുടക്കി ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അലമാരിൽ വെച്ച് പൂട്ടുന്നൊരു പരിപാടിയായി സർക്കാർ ചെയ്തത്. പിന്നെ മാധ്യമപ്രവർത്തകർ ഇടപെടുകയാണ്. അതിൻ്റെ ക്രൊണോളജി ഒന്ന് നോക്കിയേ. ഇപ്പോൾ ഈ വർഷം ഫെബ്രുവരി 13 ആദ്യമായിട്ട് ഇൻഫർമേഷൻ കമ്മീഷൻ ഒരു മാധ്യമപ്രവർത്തകനെ സമീപിക്കുന്നത്. ഫെബ്രുവരി 13 ഒന്നാമത്തെ അപേക്ഷ ഇൻഫർമേഷൻ കമ്മീഷന് കിട്ടുന്നു. ഈ വർഷത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് മാർച്ചിൽ ഏതാനും മാധ്യമപ്രവർത്തകർ പിന്നെയും
ഇൻഫർമേഷൻ കമ്മീഷനെ സമീപിക്കുന്നു. ഇത്രയും ആവശ്യങ്ങൾ വന്നപ്പോൾ ഇൻഫർമേഷൻ കമ്മീഷൻ എന്തായെന്നറിയോ, ഏപ്രിൽ 18 ഈ പറയുന്ന സാംസ്കാരിക വകുപ്പിന് കത്തയക്കുന്നു, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ റിപ്പോർട്ട് ഇൻഫർമേഷൻ കമ്മീഷന് കൈമാറണമെന്ന്. അനങ്ങിയില്ല സർക്കാർ. ഒരു മറുപടി കൊടുത്തു ഇൻഫർമേഷൻ കമ്മീഷന്. എന്താ കൊടുത്തതെന്നറിയാവോ? മന്ത്രിയുടെ പരിഗണനയ്ക്ക് വിട്ടിരിക്കുന്നു. ഏത് മന്ത്രിയുടെ? സജി ചെറിയാൻ്റെ. ഈ നിമിഷം വരെ, ഇന്ന് രാവിലെ വരെ രഞ്ജിത്തിനെ വെള്ളപൂശിക്കൊണ്ടിരുന്ന സാംസ്കാരിക വകുപ്പ് മന്ത്രിയായ സജി ചെറിയാൻ്റെ പരിഗണനയ്ക്ക് ഈ റിപ്പോർട്ട് വിട്ടിരിക്കുകയാണെന്നൊരു മറുപടിയായി ഇൻഫർമേഷൻ കമ്മീഷൻ ആദ്യം കൊടുക്കുന്നത്. നോക്കൂ എത്ര അതാര്യമായ, അതായത് സുതാര്യമല്ലാത്ത ഇടപെടലാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് എന്നുള്ളത്. അവിടെ ഇൻഫർമേഷൻ കമ്മീഷൻ വിട്ടില്ല കേട്ടോ. ഏപ്രിലിൽ കൊടുത്തിട്ടുള്ള കത്തിന് ഈ മറുപടി ഇട്ടപ്പോൾ ഉണ്ടല്ലോ, അവർ കാത്തിരുന്നതിന് ശേഷം മെയ് 2 വീണ്ടും അവർ ആവശ്യപ്പെട്ടു, ഇൻഫർമേഷൻ കമ്മീഷൻ ആവശ്യപ്പെട്ടു റിപ്പോർട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോഴും റിപ്പോർട്ട് കൊടുത്തില്ല. അപ്പോഴും റിപ്പോർട്ട് കൊടുക്കുന്നതിന് പകരം പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് അയച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. പിന്നെയും കാത്തിരുന്നു, റിപ്പോർട്ട് വരുന്നില്ല. ഒടുവിൽ എന്താ ചെയ്തതെന്നറിയോ? ഈ കമ്മിറ്റിക്ക്, ഈ ഇൻഫർമേഷൻ കമ്മീഷന് ജുഡീഷ്യൽ അധികാരമുണ്ട് എന്നും നിങ്ങൾ എത്രയും വേഗം ഈ റിപ്പോർട്ട് ഇൻഫർമേഷൻ കമ്മീഷന് കൈമാറിയില്ലെങ്കിൽ സാംസ്കാരിക വകുപ്പ് സെക്രട്ടറിക്ക് വാറന്റോ സമൻസോ അയക്കുമെന്ന് ഇൻഫർമേഷൻ കമ്മീഷൻ തീരുമാനമെടുത്തു. അത് സർക്കാരിനെ അറിയിച്ചു. പിന്നെ പിടിച്ചിരിക്കാൻ പറ്റില്ല സർക്കാരിന്. 10 ദിവസത്തിനുള്ളിൽ സീൽ വെച്ച കവറിൽ കൃത്യമായിട്ട് ഇൻഫർമേഷൻ കമ്മീഷന് ഇത് കൈമാറി. ഇൻഫർമേഷൻ കമ്മീഷൻ ഇത് കൈമാറിയതിനു ശേഷം ഇൻഫർമേഷൻ കമ്മീഷൻ അത് വായിച്ചു നോക്കി. അപ്പോൾ പബ്ലിക് സ്പേസിലേക്ക് പോകാൻ പാടില്ലാത്ത സ്വകാര്യത ഹനിക്കുന്ന ചില ഭാഗങ്ങളുണ്ടെന്ന് കണ്ടെത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻഫർമേഷൻ കമ്മീഷൻ ഇത് വേർതിരിക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ SPIOയ്ക്ക് ഇത് കൈമാറി, റിപ്പോർട്ട് കൈമാറി. SPIOയ്ക്ക് കൈമാറുമ്പോൾ കൃത്യമായൊരു നിർദ്ദേശമുണ്ട്. എന്താണ്? ഇത്ര പാരഗ്രാഫ് മുതൽ ഇത്ര പാരഗ്രാഫ് വരെ കൊടുക്കാൻ പാടില്ല, ബാക്കിയുള്ളതെല്ലാം കൊടുക്കാം. അത് പബ്ലിക്കായി ചർച്ച ചെയ്യപ്പെടേണ്ട ഡോക്യുമെന്റ് തന്നെയാണെന്ന് ഇൻഫർമേഷൻ കമ്മീഷൻ ശക്തമായ നിലപാടെടുത്തു. എന്നിട്ട് എന്താ സംഭവിച്ചത്? ഇത് കൊടുത്തില്ലെന്ന് മാത്രമല്ലല്ലോ, ആ പറഞ്ഞ പാരഗ്രാഫുകൾ മാത്രമല്ല, പിന്നെ ഈ SPIOയ്ക്ക് ഒരു വിവേചനാധികാരമുണ്ട്, അല്ലെങ്കിൽ സർക്കാരിന് ഇക്കാര്യത്തിലൊരു വിവേചനാധികാരമുണ്ട് എന്നുള്ള റൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് വേറെ പാരഗ്രാഫുകളും നീക്കം ചെയ്തു. അങ്ങനെയാണല്ലോ ഈ റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നത്. എന്നിട്ട് റിപ്പോർട്ട് പുറത്തു വന്നോ? പുറത്തു വന്നില്ലെന്നേ. പുറത്തു വരാതിരിക്കുകയും ഇതിങ്ങനെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു. എന്നിട്ട് ഒരു കേസ് വരുന്നു, അല്ലേ, ഒരു അപ്പീൽ വരുന്നു ഹൈക്കോടതിയിൽ. ഹൈക്കോടതി അത് ഗംഭീരമായിട്ട് ഇടപെട്ടിട്ട് അതിന് തള്ളിക്കളഞ്ഞിട്ട് ഒരാഴ്ചക്കുള്ളിൽ ഇത് കൊടുക്കാമെന്ന് പറഞ്ഞു. കൊടുത്തോ? റിപ്പോർട്ട് കൊടുത്തില്ലല്ലോ. ആ ഒരാഴ്ചക്കുള്ളിലും റിപ്പോർട്ട് കൊടുത്തില്ല. കാരണം പിന്നെയും ആരെങ്കിലും പോകട്ടെ കോടതിയിൽ. ഇൻഫർമേഷൻ ആർക്കൊക്കെ ഉണ്ട് ഈ സർക്കാരിൻ്റെ ഭാഗത്ത്. അങ്ങനെ പുറത്ത് കൊടുക്കാതെ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന സമയത്താണ് രഞ്ജിനിയുടെ അപ്പീൽ പോകുന്നത്. അപ്പോൾ പിന്നെയും ഒരു പിടിവള്ളിയായി പുറത്തേക്ക് കൊടുക്കുന്നില്ല. നോക്കൂ, 2.5 മണി വരെ കാത്തിരുന്നില്ലേ? കാരണം കോടതി എന്തെങ്കിലും പറഞ്ഞു കിട്ടിയാൽ അപ്പോഴും ഇത് കൊടുക്കണ്ട എന്നാണ് വിചാരിച്ചത്. കോടതി അപ്പോഴും ശക്തമായൊരു നിലപാടെടുത്തു. ഇങ്ങനൊരു കേസേ ഞങ്ങളുടെ പരിഗണനയിലില്ല എന്ന് പറഞ്ഞു. അതോടുകൂടി പിന്നെ സർക്കാർ വെറ്റിലായി. പിന്നെ ഈ റിപ്പോർട്ട് കൊടുത്തേ പറ്റുള്ളൂ. അങ്ങനെയാണ് ഈ റിപ്പോർട്ട് പുറത്തു വരുന്നത്. ഞാൻ പറയുന്നത് 2019 ഡിസംബർ 31 കയ്യിൽ കിട്ടിയ ഈ റിപ്പോർട്ടിന്മേൽ ഒരു നടപടിയും എടുത്തില്ലെന്ന് മാത്രമല്ല, ആ റിപ്പോർട്ട് പബ്ലിക് ഡൊമൈനിലേക്ക് വിടാൻ ഒരു താല്പര്യവും ഈ സർക്കാർ കാണിച്ചിട്ടില്ലെന്ന് മാത്രവുമല്ല, ഇത് പരമാവധി ഒളിപ്പിച്ചു വയ്ക്കാൻ ശ്രമിച്ചു ഈ സർക്കാർ. അതുകൊണ്ട് ഈ സർക്കാർ ഇപ്പോൾ ഒരു അന്വേഷണ കമ്മീഷനെ ഇൻവെസ്റ്റിഗേറ്റീവ് ടീമിനെ ഉണ്ടാക്കിയിരിക്കുന്നു പറയുന്നത് രാജ്യത്ത് നിലവിലുള്ള നിയമ സംവിധാനം അനുശാസിക്കുന്ന നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ സർക്കാരിന് ആക്ട് ചെയ്തേ പറ്റൂ എന്നുള്ളതുകൊണ്ടാണ്. വളരെ ബോൾഡായിട്ട് ചില താരങ്ങൾ വന്നിരുന്നു, വളരെ വൃത്തിയായിട്ട്. ഇന്നലെ ഇപ്പോൾ സുജയ് കൊടുത്ത വളരെ എന്താ പറയുക, കൃത്യമായ ഒരു ദീർഘമായ ഇന്റർവ്യൂ ഉണ്ടല്ലോ. ആ ദീർഘമായ ഇന്റർവ്യൂവിനകത്ത് ശ്രീലേഖ വളരെ കൃത്യമായി കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. നല്ല അന്തസ്സോടുകൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു എന്താ പറയുക, ആരെയും അപമാനിക്കാത്ത വിധത്തിൽ, എന്നാൽ തനിക്ക് നേരിട്ടിട്ടുള്ള ഒരു ദുരനുഭവത്തെ മലയാളികൾക്ക് മുന്നിൽ വന്നിരുന്ന് അരമണിക്കൂറിന് മേൽ ആ ഇന്റർവ്യൂ ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വളരെ വൃത്തിയായിട്ട് ശ്രീലേഖ പറയുകയാണ്, നിങ്ങൾക്ക് ആക്ട് ചെയ്യാതിരിക്കാൻ കഴിയില്ല. അതാണ് ഞാൻ ഈ പറഞ്ഞത്. 175 വകുപ്പ് പ്രകാരം നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്, ഇന്ത്യൻ രാജ്യത്തെ നിയമം പറഞ്ഞിരിക്കുന്നത്, എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ലൈംഗികപരമായിട്ടൊരു സ്ത്രീ വെളിപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ ഉടനെ തന്നെ ഒരു കേസ് ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കണം, ഇനിഷ്യേറ്റ് ചെയ്യണം എന്നാണ്. ഇനിഷ്യേറ്റ് ചെയ്തില്ലെങ്കിൽ ഒരു വകുപ്പ് കൂടി അതിനകത്തുണ്ട് കേട്ടോ. നിങ്ങൾക്ക് പോലീസിനെതിരെ കേസ് കൊടുക്കാം. അതായത് പോലീസ് ഇക്കാര്യത്തിൽ റിയാക്ട് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് പോലീസിനെതിരെ കേസ് കൊടുക്കാം. പോലീസിനെതിരെ കേസ് വരിക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആഭ്യന്തര വകുപ്പിനെതിരെ കേസ് വരുന്ന അർത്ഥം. ആഭ്യന്തര വകുപ്പിനെതിരെ കേസ് വന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? സ്റ്റേറ്റിനെതിരെ കേസ് വന്നു എന്ന് അർത്ഥം. സ്വാഭാവികമായിട്ടും സ്റ്റേറ്റ് റിയാക്ട് ചെയ്യണം. സ്റ്റേറ്റിൽ നിന്ന് അത് ഇൻവെസ്റ്റിഗേറ്റീവ് ടീമിനെ ഉണ്ടാക്കി വെച്ചു. എന്നിട്ട് അവർ അത് അന്വേഷണമായിട്ട് പോകുന്നു. പക്ഷേ പ്രേക്ഷകരെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, അത് ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണ സമിതിയല്ല. ഹേമ കമ്മിറ്റിയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യവും ഈ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കാനും പോകുന്നില്ല. അവരുടെ മുന്നിലേക്ക് വന്നിരിക്കുന്ന ഈ പരാതികൾ എടുത്തു വെച്ചുകൊണ്ട് അവരിനിപ്പോൾ മൊഴിയെടുക്കും. ഇവർക്ക് ഹാജരാക്കാവുന്ന തെളിവുകൾ ഹാജരാക്കാൻ സമയമുണ്ടെങ്കിൽ ഹാജരാക്കും, അല്ലെങ്കിൽ അവരുടെ ആ തെളിവുകളുണ്ടെങ്കിൽ ഹാജരാക്കും. അതുമായി ബന്ധപ്പെട്ട നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. ഇവിടെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഞാൻ കാണുന്നത്, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ കണ്ടെത്തലുകളെ ചോർത്തുന്ന ഒരു കാര്യവും സംഭവിക്കുന്നത് നമ്മുടെ സൊസൈറ്റിയിൽ. അത് നമ്മൾ വളരെ ജാഗ്രതയോടുകൂടി കാണണം. കാരണം വെച്ചാൽ ഞാൻ ആദ്യം മുതൽ പറയുന്നുണ്ട്, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ആരും ഭയക്കുന്നില്ല, ഒരാളും ഭയക്കുന്നില്ല. കാരണം കൃത്യമായി അവർക്കറിയാം ആരുടെയും പേരുകൾ പുറത്തേക്ക് വിടില്ല.
അതുകൊണ്ട് ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരു കാരണവശാലും തങ്ങൾക്കൊരു പ്രശ്നമാകില്ല എന്ന് ഈ ക്രൈം കമ്മിറ്റ് ചെയ്ത് എല്ലാവർക്കും അറിയാമായിരുന്നു എന്നേ. അതുകൊണ്ട് ഈ റിപ്പോർട്ടിനെ അല്ല അവർ പറയുന്നത്. അതുകൊണ്ട് ഞാൻ ആദ്യം മുതൽ പറയുന്നത്, ഈ മഴ പെയ്ത് കഴിഞ്ഞാൽ നാട്ടിലൊരു ചൊല്ലുണ്ടല്ലോ, മഴ പെയ്ത് കഴിഞ്ഞിട്ട് മരം പെയ്യും എന്ന് പറയും. അപ്പം മഴ പെയ്ത് കഴിഞ്ഞിട്ട് മരം പെയ്യും എന്നുള്ളതിന് ഈ ഹേമ കമ്മിറ്റിയുടെ കാര്യത്തിൽ ഈ ആളുകളൊക്കെ ഭയപ്പെട്ടത് എന്താണെന്നറിയാമോ? ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മരം പെയ്യല, അതിനുശേഷം മഴ വരാനിരിക്കുന്നു എന്ന് കൃത്യമായിട്ടറിയാം. നമ്മൾ ആ പ്രതീക്ഷ കാര്യം തന്നെ സംഭവിച്ചല്ലോ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തേക്ക് വന്നു, ഒരൊറ്റ ആളുടെയും പേരില്ല. അതിന് തൊട്ടു പിന്നാലെ പുതിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടായി എന്ന് മാത്രമല്ല, ഇതൊരു സാമൂഹിക പ്രശ്നം എന്നുള്ള നിലയ്ക്ക് കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുത്തന്നേ. ഈ സംസ്ഥാനത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തൊഴിൽ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പീഡനം ഒരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണെന്ന് കണ്ടുകൊണ്ട് പൊതുജനങ്ങൾ റിയാക്ട് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ടാണ് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. മാധ്യമങ്ങൾ എന്താ ചർച്ച ചെയ്യുന്നത്? ആദ്യം തന്നെ ഈ കാര്യത്തിനകത്ത് നമ്മൾ വ്യക്തമാക്കേണ്ട കാര്യം, മാധ്യമങ്ങൾക്ക് ഈ കാര്യത്തിൽ എന്താ താല്പര്യം? ഒരു താല്പര്യമില്ല. മാധ്യമങ്ങളുടെ എല്ലാ മാധ്യമങ്ങളുടെയും, അത് പ്രിന്റ് മീഡിയ ആണെങ്കിലും അത് വിഷ്വൽ മീഡിയ ആണെങ്കിലും, അതിൻ്റെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ആരാണ്? വിഷ്വൽ മീഡിയയുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഈ ക്യാമറ, ഈ ഇരിക്കുന്ന സ്റ്റുഡിയോ ഒന്നും അല്ലല്ലോ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരാണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്. ഒരു പത്രത്തിൻ്റെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് അതിൻ്റെ വായനക്കാരാണ്. അപ്പോൾ ഈ വായനക്കാരായിട്ടുള്ള പ്രേക്ഷകരായിട്ടുള്ള ജനങ്ങളാണ് ഓരോ മാധ്യമത്തിൻ്റെയും ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളതിലേക്ക്. ആ നിലയ്ക്ക് അവർക്ക് അറിയാനുള്ള അവരുടെ അവകാശത്തെ മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഓരോ മാധ്യമങ്ങളും ചെയ്യേണ്ടത്. അല്ലാതെ ഏതെങ്കിലും ഒരു താരരാജാവിനെയോ ഏതെങ്കിലും ഒരു ജൂനിയർ താരത്തെയോ അങ്ങ് മോശമാക്കി കളയാമെന്നോ അല്ലെങ്കിൽ അവരുടെ കിടപ്പറ രഹസ്യങ്ങൾ പറഞ്ഞ് രസിക്കാമെന്നോ വിചാരിച്ചുകൊണ്ട് മാധ്യമപ്രവർത്തനം രാവിലെ ആരംഭിക്കുന്ന ഒരാളും ഇന്ന് കേരളത്തിലില്ല. അപ്പോൾ പിന്നെ കേരളത്തിലെ ജനങ്ങൾ ഈ അവരുടെ നാട്ടിൽ അവർ കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമയുടെ പിന്നിലെ നടന്നുകൊണ്ടിരിക്കുന്ന എന്താ പറയുക, ഏറ്റവും മോശപ്പെട്ട കുറ്റകൃത്യങ്ങൾ അറിയണമെന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ട്. അത് വെളിപ്പെടുത്താൻ ബാധ്യസ്ഥമാണ് മാധ്യമങ്ങൾ. അത് മാധ്യമങ്ങൾ വെളിപ്പെടുത്തുന്നത് ജനങ്ങളുടെ ആവശ്യം എന്നുള്ള നിലയ്ക്കാണ്. ഏതായാലും ഇക്കാര്യത്തിൽ ഇന്നിപ്പോൾ ഈ പറയുന്ന ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഹേമ കമ്മിറ്റിയിൽ വളരെ ഗൗരവതരമായ പ്രശ്നങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. അവർ വളരെ വൃത്തിയായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ പോയി സംസാരിച്ച ആളുകളൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഞങ്ങൾക്ക് ശരിയാണ്, അവരാരുടെയും പേരെടുത്ത് പറഞ്ഞിട്ട് കേസിലേക്ക് പോകണമെന്നൊന്നും പറഞ്ഞിട്ടില്ല അവർ. പക്ഷേ അവരുടെ ഒരു അനുഭവം പറഞ്ഞിട്ട് അവർ പറഞ്ഞിരിക്കുന്നത്, ഇനിയുള്ള തലമുറയ്ക്ക് അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന നാളുകളിൽ ഈ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് വരുന്ന സ്ത്രീകൾക്ക് ഞങ്ങൾ കടന്നുപോയ ദുരനുഭവങ്ങൾ ഉണ്ടാകാതിരിക്കണം, അതിനുവേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത് നടപടിയാണ് ഈ സർക്കാർ എടുത്തതെന്നേ? ഒരു നടപടി എടുത്തില്ല. പ്രാഥമികമായ കാര്യത്തിൽ പോലും ഒരു നടപടി എടുത്തില്ലല്ലോ. ഒരു ടോയ്ലറ്റിൻ്റെ പ്രശ്നം ഇവർ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടോ? ഒരു ചേഞ്ചിങ് റൂമിൻ്റെ പ്രശ്നം ഇവർ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടോ? അതുപോലെ ഇൻഡിസിപ്ലിൻഡ് ആയിട്ട് ആൽക്കഹോളിസവും ഡ്രഗ് യൂസും ഉണ്ടായിരിക്കുന്നു ഈ സെറ്റുകളിൽ, ആ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്ന് പറഞ്ഞിട്ട് അതിനകത്തൊരു നടപടി എടുത്തിട്ടുണ്ടോ? ഒരു ഇന്റേണൽ കമ്മിറ്റി ഉണ്ടാക്കണം എല്ലാ സെറ്റുകളിൽ നിന്ന് പറഞ്ഞിട്ട് അതിനകത്തൊരു നടപടി എടുത്തിട്ടുണ്ടോ? ഒരു നടപടി എന്താ എടുക്കാതിരിക്കുന്ന കാര്യം എന്നറിയോ? ഒരു ടോയ്ലറ്റ് നിർമ്മിക്കണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇൻഡാസ് ഇറക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ചേഞ്ചിങ് റൂം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ഇൻഡാസ് ഇറക്കുകയാണെങ്കിൽ, ബാക്കിയൊക്കെ കാര്യങ്ങളിൽ എന്ത് നടപടി എടുത്തുന്നൊരു ചോദ്യം പൊതുസമൂഹത്തിൽ നിന്ന് വരും. അപ്പം ഹേമ കമ്മിറ്റിയിൽ ഈ പറയുന്ന ആർക്കും കുഴപ്പമില്ലാത്ത ഒരു 4-5 കാര്യങ്ങൾ അങ്ങെടുത്ത് പ്രയോഗിച്ച് നടപ്പാക്കി കളയാമെന്നൊരു സർക്കാർ തീരുമാനിക്കാൻ കഴിയില്ല. കാരണം അതിനേക്കാൾ ഗുരുതരമായ പ്രശ്നങ്ങൾ കൂടി ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെയും നിയമനിർമ്മാണം ആവശ്യമായിട്ട് വരും. അപ്പോൾ സർക്കാർ അതിൻ്റെ മേലിൽ അടയിരുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, സർക്കാരിന് എന്തൊക്കെയോ താല്പര്യങ്ങൾ ഇക്കാര്യത്തിലുണ്ടായിരുന്നു, ആരോടൊക്കെയോ വിധേയത്വം ഉണ്ടായിരുന്നു എന്ന് തന്നെ ഞാൻ വ്യക്തമായി പറയും. കാരണം ഈ പറയുന്ന കമ്മിറ്റി രൂപീകരണം മുതൽ ഈ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും വൈകിപ്പിക്കുന്നതിൽ അതീവ ജാഗ്രത കാണിച്ചിട്ടുണ്ട് ഈ സർക്കാർ. അത് തന്നെ ഈ സർക്കാരിൻ്റെ താല്പര്യത്തെ സംശയത്തിൻ്റെ നിഴൽ നിർത്തുന്നു. ഏതായാലും ഇൻവെസ്റ്റിഗേറ്റീവ് ടീം ഉണ്ടാക്കിയത് നന്നായി. കാരണം അത് നിങ്ങളുടെ ഔദാര്യമൊന്നുമല്ല. ഇന്ന് ഈ മാധ്യമങ്ങളുടെ ഇടപെടലിലൂടെ മാധ്യമങ്ങളെ വിശ്വസിച്ചുകൊണ്ട് കുറച്ച് പേർ വന്ന് പരസ്യമായി കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ചില തലകളൊക്കെ ഉരുണ്ടു. അപ്പോൾ സർക്കാരിന് നിസ്സംഗമായിരിക്കാൻ കഴിയില്ല, നിഷ്ക്രിയമായിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങളൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ടീമിനെ ഉണ്ടാക്കി, നല്ല കാര്യമാണ്. ഈ കാര്യങ്ങളിലൊക്കെ ഇൻവെസ്റ്റിഗേഷൻ നടക്കട്ടെ. പക്ഷേ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇനിയും കണ്ടില്ല എന്ന് നടിക്കുകയും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ വിവാദങ്ങളിലൊക്കെ ഒരു അന്വേഷണം നടത്തി ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് തൽക്കാലം പിൻവാങ്ങാം എന്ന് വിചാരിക്കുകയും ചെയ്യേണ്ട. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കാര്യങ്ങൾ വളരെ ഗുരുതരമായ കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണങ്ങളും അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ പോക്സോ അടക്കമുള്ള പ്രശ്നങ്ങളുണ്ടെന്നേ, ആ വിഷയങ്ങളിലൊക്കെ നടപടിയെടുത്ത് മുന്നോട്ട് പോകാൻ സർക്കാർ ബാധ്യസ്ഥമാണ്. അക്കാര്യത്തിൽ എന്തെങ്കിലും വീഴ്ച വരുത്തുകയാണെങ്കിൽ അത് പൊതുസമൂഹം ചോദ്യം ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. Meet the editors.